ദേവസ്വം ബോർഡിന്റെ ഭരണം പൂർണ്ണമായും വിശ്വാസികളെ ഏൽപ്പിക്കാനാകില്ല എന്ന് കെ മുരളീധരൻ. അങ്ങനെ വന്നാൽ ക്ഷേത്രഭരണത്തിലേക്ക് RSSും എത്തും. നേരത്തെ രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ള നേതാക്കൾ ഇത്തരം പരാമർശങ്ങൾ നടത്തിയിരുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കെ മുരളീധരൻ ഈ പ്രതികരണം നടത്തുന്നത്. ED നടപടി നേരിട്ട ആളുകൾക്കെതിരെ കർശന നടപടിയെടുക്കുന്ന കേന്ദ്രം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും മകനെയും ഭയക്കുന്നത് എന്നും ചോദിച്ചു. കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കെ മുരളീധരൻ നമ്മളോടൊപ്പം ചേരുകയാണ്. അപ്പോൾ ലാവലിൻ വീണ്ടും ഒരു വലിയ ചർച്ചയായി മാറുകയാണല്ലേ? ഇപ്പോൾ ഏറ്റവും ചർച്ച ചെയ്യുന്ന 2023 ഫെബ്രുവരിയിലെ ED നോട്ടീസാണ്. ഈ നോട്ടീസ് എങ്ങനെ ആവിയായി പോയി? 2023 ഫെബ്രുവരിയിൽ നോട്ടീസ് അയച്ചതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പികളൊക്കെ ഇന്ന് പല പത്രങ്ങളിലും വന്നിട്ടുണ്ട്. അപ്പോൾ സമൻസ് അയച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ സമൻസിന് എന്ത് സംഭവിച്ചു? ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ED സമൻസ് അയച്ച മുഖ്യമന്ത്രിമാരെ പോലും അകത്തിട്ടു. അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത ED എന്തുകൊണ്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ മകൻ്റെ മുമ്പിൽ ഇങ്ങനെ ഭയന്ന് നിൽക്കുന്നതിനാ? സാധാരണ രീതിയിൽ നോട്ടീസ് കിട്ടുന്നവർ ഞങ്ങൾക്ക് ഇന്ന ദിവസം ഹാജരാവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അറിയിക്കുക, അങ്ങനെ വല്ലതും അറിയിച്ചിട്ടുണ്ടോ? മാത്രമല്ല 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം മുഴുവൻ അന്ന് ലോകസഭയിലേക്കാണോ ഇലക്ഷൻ നടക്കുന്നതെന്ന് പോലും കേരളത്തിലെ ജനങ്ങൾക്ക് സംശയമുണ്ടായി. കാരണം എപ്പോഴും പറഞ്ഞ രാഹുൽ ഗാന്ധിനെയായിരുന്നു. ഓടുന്ന ഒരു MP-നെ തിരഞ്ഞെടുത്ത് ഡൽഹിക്ക് അയച്ചു. ഇതിലെല്ലാം ദുരൂഹതയുണ്ട്. ആ ദുരൂഹത ഇപ്പോഴും ഉണ്ട്. ഇന്നലെയാണ് യുവമോർച്ച ഒന്ന് അനങ്ങിയത്. ഈ ക്ഷേത്രത്തിലെ സ്വർണം കെട്ടിട്ട് എന്താണ് അവരിങ്ങനെ മൗനിയായിട്ടിരിക്കുന്നത്? എന്താ അത്? ഇതിൻ്റെ ഭാഗമാണ്. ശബരിമല വീണ്ടും വലിയ ചർച്ചകൾക്ക് വേദിയായി മാറുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് അയ്യപ്പ സംഗമം വിജയിച്ചുള്ള ഗൂഢാലോചന. ഇവിടെ ഇത് സ്വർണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ആരാ അറിയോ? ഹൈക്കോടതിയാണ് പറയുന്നത്, ഞങ്ങളല്ല. അപ്പോൾ ഇതെന്ത് ഗൂഢാലോ? അപ്പോൾ ഹൈക്കോടതിയാണോ ഗൂഢാലോചന നടത്തി പിണറായിക്കെതിരെ? ഇത്തരത്തിലൊരു ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ ചില കോൺഗ്രസ് നേതാക്കൾ വിശ്വാസികൾക്ക് ക്ഷേത്രഭരണം ഏൽപ്പിക്കണമെന്നുള്ള ഒരു അഭിപ്രായമൊക്കെ തന്നെ പലതവണയായി പൊതുജനമധ്യത്തിൽ പറഞ്ഞിരുന്നു. അത്തരത്തിലൊരു നിലപാട് താങ്കൾക്കുണ്ടോ? ഇങ്ങനെ ആൾക്കാർ ചെയ്തെന്ന് വിചാരിച്ചാൽ ഈ സിസ്റ്റമേ മോശമാണെന്ന് ഞങ്ങൾ പറയില്ല. കാരണം ഗവൺമെൻറ്റുകളാണ് ഇതൊക്കെ നോക്കി സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ളത്. വിശ്വാസി സമൂഹം എന്ന് പറഞ്ഞാൽ RSSകാരും വരും അതിൻ്റെ കൂട്ടത്തിൽ. അവരെയൊക്കെ ഏൽപ്പിക്കാൻ പറ്റുമോ? അത് അപകടമാണ്. കൃത്യമായ നിയമങ്ങൾ കർശനമാക്കി തന്നെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള സ്വത്തുവകകളടക്കം കൃത്യമായി സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കണമെന്നുള്ള സന്ദേശം കൂടിയാണ് കോൺഗ്രസ് ഈ അവസരത്തിൽ ഉയർത്തുന്നത്. ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.